ഈ +2 എക്സാം മാർച്ചിലല്ലേ? ഓൾ ദ ബെസ്റ്റ്. അത് കഴിഞ്ഞാലുടൻ പ്രൊഫഷണൽ കോഴ്സിന് പോകുന്നതാണ് ബുദ്ധി. ഓ, ഡോക്ടറും എഞ്ചിനീയറും അതൊക്കെ പണ്ടല്ലേ. അപ്പൊ ഇന്നോ? ഹേയ്, ഇന്ന് ലോകം റൺസ് ഓൺ കോമേഴ്സ്. ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി. 21 വയസ്സിൽ ലൈഫ് സെറ്റ്. ലേൺ ACCA ചാർട്ടേഡ് സർട്ടിഫൈഡ് അക്കൗണ്ടൻസി കോഴ്സ് only from ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കോമേഴ്സ്, ലക്ഷ്യ. അപ്പൊ എങ്ങനെയാ കോഴ്സ് ഇപ്പൊ തുടങ്ങും? +2 കോമേഴ്സ് തന്നെ ആവണമെന്നില്ല, സയൻസുകാർക്കും ചേരാം. ഹായ് ഓൾ, വെൽക്കം ടു ലക്ഷ്യ സ്കൂൾ പ്ലസ്. ഇറ്റ്സ് മീ രാഹുൽ ദേവ്. ഐ എം യുവർ എക്കണോമിക്സ് ഫാക്കൽറ്റി. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ മാക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചാപ്റ്റർ 5 ആണ്. ചാപ്റ്റർ 5 ഏതായിരുന്നു? ഗവൺമെൻറ് ബഡ്ജറ്റ് ആൻഡ് ദ എക്കണോമി. അതിൽ നമ്മൾ 2 പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ. ക്ലാസ് എല്ലാവരും വന്നിട്ടുണ്ട്. ഓക്കെ, ഗുഡ് ഈവനിങ്. പിന്നെ നമ്മളിവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? മൂന്നാമത്തെ ഒരു പാർട്ടിൽ നമ്മൾ 2 പാർട്ട് വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഏതായിരുന്നു? ഇതൊരു 3 സെക്ടർ എക്കണോമിയെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. 3 സെക്ടർ എക്കണോമിയിൽ എങ്ങനെയാണ് നമ്മൾ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം കാണുന്നത്, പിന്നെ അതിന്റെ മൾട്ടിപ്ലയേഴ്സ് എങ്ങനെയാണ് കാണുന്നത്, ഓക്കെ അല്ലേ, ബാലൻസ്ഡ് ബഡ്ജറ്റ്, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ നമ്മൾ നെക്സ്റ്റ് പാർട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടാക്സിന്റെ അണ്ടറിലാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. ഒന്ന് ലംസം ടാക്സ് മെത്തേഡിലും ദെൻ നമ്മൾ പറഞ്ഞിട്ടുണ്ട് പ്രൊപ്പോർഷണൽ ടാക്സ് മെത്തേഡിലും നമ്മൾ എന്ത് കാണണം? ഇൻകം കാണണം. ഇൻകം അല്ല, നമ്മളുടെ എന്ത് കാണണം? ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം കാണണം. എങ്ങനെയാണ് അത് മാറ്റം വരുന്നത്? ഈ പ്രൊപ്പോർഷണൽ ടാക്സ് വരുമ്പോൾ എന്ത് ചേഞ്ചസ് ആണ് കഴിഞ്ഞ മെത്തേഡിൽ നിന്ന് വന്നിട്ടുള്ളത്? അതാണ് നമ്മൾ ഇന്നത്തെ ലൈവിൽ ഡിസ്കസ് ചെയ്യുന്നത്. പിന്നെ കുറച്ചൊരു തിയറി പോർഷൻസ് കൂടി ഉണ്ട്. വേഗം തീരുന്ന ഒരു ലൈവ് സെഷൻ ആയിരിക്കും ഇത്. അപ്പോൾ ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്തായിരുന്നു രണ്ടാമത്തെ കേസ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്? ഇൻ കേസ് ഓഫ് പ്രൊപ്പോർഷണൽ ടാക്സസ് ആണ്. ഒന്ന് ലംസം മെത്തേഡിൽ ഓക്കെയാണ്. അതിലെങ്ങനെയാണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം നമ്മൾ 3 സെക്ടർ എക്കണോമിയിൽ കണ്ടിട്ടുള്ളത്? ആരൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? 3 സെക്ടർ ആകുമ്പോൾ അവിടെ ഹൗസ് ഹോൾഡ് ഉണ്ട്, ബിസിനസ് ഉണ്ട്, ദെൻ ഗവൺമെന്റ് ഉണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത് ഓൾറെഡി നമുക്കറിയാം. C+I+G എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അഡീഷണൽ ആയിട്ട് ഇവിടെ ഒരാൾ വന്നിട്ടുണ്ട്, G ആണ്. അപ്പോൾ ഗവൺമെന്റ് ആകുമ്പോൾ അവിടെ ടാക്സ് വരും, ഒരു ട്രാൻസ്ഫർ പേയ്മെന്റ് വരും. ടാക്സ് ലംസം മെത്തേഡിൽ എന്തായിരുന്നു? അത് ഫിക്സഡ് ആയിരിക്കും. ഇൻകം ചേഞ്ച് ചെയ്താലും എന്താണ്? ടാക്സ് ഫിക്സഡ് ആയിരിക്കും. ദെൻ ഇവിടേക്ക് വരുമ്പോൾ പ്രൊപ്പോർഷണൽ ടാക്സിൽ വരുമ്പോൾ ഇൻകം എത്രയാണോ, ഇൻകത്തിന്റെ ഒരു പോർഷൻ ആയിരിക്കും നമുക്ക് എന്ത് വരുന്നത്? ടാക്സ് വരുന്നത്. അപ്പോൾ ഇൻകത്തിൽ ചേഞ്ചസ് വരുമ്പോൾ പെർസെൻറ്റേജ് ചേഞ്ചസ് എവിടെയും കൂടി വരുന്നുണ്ട്? ടാക്സിൽ വരുന്നുണ്ട്. അപ്പോൾ എന്താ മനസ്സിലാക്കാനുള്ളത്? ഇവിടെ ടാക്സ് ഫിക്സഡ് അല്ല, ടാക്സിൽ മാറ്റം വരും. ദെൻ അതിനുകൊണ്ട് തന്നെ നമ്മൾ എ ബാർ എന്നൊരു കോൺസെപ്റ്റിൽ ഇവിടെ ആരെ കൊണ്ടില്ല. എ ബാർ എന്ന് പറഞ്ഞാൽ എന്താ? ഫിക്സഡ് ആയിരിക്കുന്ന ഓട്ടോണമസ് എക്സ്പെൻഡിച്ചേഴ്സിനെല്ലാം നമ്മൾ എ ബാർ എന്ന് പറഞ്ഞൊരു ഗ്രൂപ്പിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പൊ എ ബാറിന് ഇവിടെ എന്ത് വരുന്നുണ്ട്? ചേഞ്ചസ് വരുന്നുണ്ട് അല്ലേ? കാരണം എന്താ? ഇതിൽ ടി എവിടെയാണ്? ടാക്സ് എവിടെയാണ് ഇമ്പോസ്ഡ് ആയി കിടക്കുന്നത്? ടാക്സ് കിടക്കുകയാണെങ്കിൽ ടാക്സിന് ചേഞ്ചസ് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതാ ഈ എ ബാർ എന്ന കാറ്റഗറിയിൽ ആരെ കൺസിഡർ ചെയ്യുന്നില്ല? ടാക്സിനെ കൺസിഡർ ചെയ്യുന്നില്ല. ഇവിടെ നമ്മൾ ടാക്സിനെ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ ടി ആണ്. അവിടെ നമ്മൾ ക്യാപിറ്റൽ ചേഞ്ചസ് വരുന്നതുകൊണ്ട് തന്നെ ആ മാറ്റം അതെങ്ങനെയാണോ ചേഞ്ചസ് ഉണ്ട് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ തരുമ്പോൾ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ഈ സ്മോൾ ലെറ്റർ ടി ഒക്കെയാണ് നിങ്ങൾക്ക് എക്സാമിന് തരുന്നത്, വാല്യൂ ആയിട്ട് തരുന്നത് എന്നുണ്ടെങ്കിൽ അത് പ്രൊപ്പോർഷണൽ ടാക്സ് ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി ഡയറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടും തരും, അല്ലാതെയും തന്നാൽ എന്ത് ചെയ്യണം? സ്മോൾ ടി അല്ലെങ്കിൽ സ്മോൾ ടി വൈ എന്ന് കാണുകയാണെങ്കിൽ അത് ഏത് മെത്തേഡിലായിരിക്കണം ചെയ്യേണ്ടത്? പ്രൊപ്പോർഷണൽ ടാക്സ് മെത്തേഡിലാണ് ചെയ്യേണ്ടത്. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യങ്ങൾ? ഓക്കെയാണ്, ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് എന്താണ് ഈ ചാപ്റ്ററിന്റെ അവസാനത്തെ ഭാഗത്തിലേക്ക് നമ്മൾ പോവാണ്. അപ്പോൾ നമ്മൾ നോക്കാം. കഴിഞ്ഞ മെത്തേഡ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് പഠിക്കാവുന്നുള്ളൂ. ഓക്കെ അല്ലേ? അപ്പോൾ അത് ഞാൻ 2-3 തവണ കഴിഞ്ഞ ക്ലാസ്സിൽ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. ആ ഇക്വേഷൻ ഏത് ഇൻട്രൊഡക്ഷൻ പാർട്ടിൽ പറഞ്ഞിട്ടില്ല, ലംസം ടാക്സിൽ നമ്മൾ ചെയ്തിട്ടില്ല ഇക്വേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ചെറിയൊരു മാറ്റം ഇവിടെ വരുന്നുള്ളൂ. പിന്നെ ടാക്സ് ഫിക്സഡ് അല്ല എന്നുള്ളൊരു ടൈം, ബാക്കി TR സെയിം ആണ്. ഇൻവെസ്റ്റ്മെന്റ്, ദെൻ I ബാർ, I ഈക്വൽ ടു I ബാർ പഠിച്ചിട്ടുണ്ട്, G ഈക്വൽ ടു G ബാർ പഠിച്ചിട്ടുണ്ട്. അതൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. സെയിം ആസ് നമ്മൾ ചെയ്തിട്ടുള്ള ലംസം മെത്തേഡിന്റെ പോലെ തന്നെയാണ്. പ്രൊപ്പോർഷണൽ ടാക്സ് ഡിനോട്ടഡ് ബൈ TY. ഇവിടെ നമ്മൾ പ്രൊപ്പോർഷണൽ ടാക്സ് ആണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് സ്മോൾ ലെറ്റർ TY ആയിരിക്കും. T സ്മോൾ ആയിരിക്കും കേട്ടോ. T എന്ന് പറയുന്നത് സ്മോൾ ആയിരിക്കും. അതെന്താണ്? ടാക്സ് റേറ്റിനെയാണ് T ഡിനോട്ട് ചെയ്യുന്നത്. എത്രയാണോ ചേഞ്ചസ് വരുന്ന ടാക്സ് റേറ്റ് അതിനാണ് സ്മോൾ ലെറ്റർ T ഡിനോട്ട് ചെയ്യുന്നത്. ദെൻ Y ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, ഇൻകം ആണ്, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. സോ അഗ്രിഗേറ്റ് ഡിമാൻഡ് മാറ്റങ്ങളൊന്നുമില്ല. ഇതെന്താണ്? സെയിം ആയിരിക്കും. C കൂട്ടണം, സിയുടെ കൂടെ ആഡ് ചെയ്യണം? ഇൻവെസ്റ്റ്മെന്റ് വേണം. G ആണെങ്കിൽ ജിയും വേണം. അതായത് C ബാർ പ്ലസ് I ബാർ പ്ലസ് G ബാർ എന്നാണ് നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ളത്. ഇനി എങ്ങനെ C ബാർ അല്ലെങ്കിൽ കൺസംഷൻ ഇനി എങ്ങനെയാണ്? ഇൻവെസ്റ്റ്മെന്റിന്റെ ഇക്വേഷൻ എന്താണ് വരുന്നത്? G എന്താണ് വരുന്നത് എന്നാണ് അടുത്ത് നമ്മൾ നോക്കാനുള്ളത്. ഇത് രണ്ടും ഫിക്സഡ് ആണ്, ഒരു മാറ്റവും ഇല്ല. I ബാർ ആൻഡ് G ബാർ ഇതൊക്കെയാണ്. അപ്പൊ ഇവിടെയാണ് ചേഞ്ചസ് വരാൻ പോകുന്നത്. കൺസംഷൻ ആണ്
ചേഞ്ച് വരാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ആ കൺസംഷനിൽ വരുന്ന ചേഞ്ചസ് എങ്ങനെയാണ്, പഴയ ഇക്വേഷനിൽ നിന്ന് പുതിയ ഇക്വേഷൻ വരുമ്പോൾ ഉള്ള മാറ്റം, അതൊന്ന് നിങ്ങൾ ജസ്റ്റ് മനസ്സിലാക്കിയാൽ മതി, എന്തായാലും കിട്ടും. ഓക്കെ അല്ലേ. കൺസംഷൻ ഇതാണ് നമ്മുടെ ഓൾഡ് ഇക്വേഷൻ. അതായത് ഇതെന്താണ്, ലംസം മെത്തേഡിൽ അഗ്രിഗേറ്റഡ് ഡിമാൻഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു, ഇതായിരുന്നു. ഇതുണ്ടോ, ഇവിടെ ക്യാപിറ്റൽ ടി എന്നാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ കൊടുക്കുമ്പോൾ എന്ത് കൊടുത്താൽ മതി, അതിനെ ടി വൈ എന്ന് ഡിനോട്ട് ചെയ്താൽ മതി. കണ്ടോ, ടിയിൽ നിന്ന് ടി വൈ. ടി എന്താണ്, ഈ ടാക്സ് ഫിക്സഡ് ആണ്. ഇവിടെ ഫിക്സഡ് അല്ലാത്തതിനാൽ, ഈ ഫിക്സഡ് അല്ലാത്തതിനാൽ അതിനെയാണ് നമ്മൾ എന്ത്, പ്രൊപ്പോർഷണൽ ടാക്സ് ഡിനോട്ടഡ് ബൈ ടി വൈ എന്ന് പറയുന്നത്. പ്രൊപ്പോർഷണൽ ടാക്സിനെ ടി വൈ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ സെയിം ആസ് തൊട്ട് മുമ്പ് ചെയ്തിട്ടുള്ള അഗ്രിഗേറ്റഡ് ഡിമാൻഡ് ഉണ്ട് നമ്മൾ ലംസം മെത്തേഡിൽ കണ്ടുപിടിച്ചിട്ടുള്ളത്. അതിന്റെ ഇക്വേഷനിൽ ഇതുണ്ടോ, ഈ ടാക്സ് കണ്ടോ, ഇത് ഫിക്സഡ് ആണ്. ഇത് ടി ബാറിലേക്കാണ് നമ്മൾ പോകുന്നത്. മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ സി ടി ബാർ എന്നായി മാറും അല്ലേ. സി ഇൻറ്റു ടി, സി ടി ബാർ ആയി, സി വൈ ആയി, ഇതൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഫിക്സഡ് ആണ്. ഇവിടെ വരുമ്പോൾ എന്താണ്, ചേഞ്ചസ് ആണ്. അതുകൊണ്ട് തന്നെ എന്താണ് ഇവിടെ ആഡ് ചെയ്യേണ്ടത്, ഈ ടിയുടെ സ്ഥാനത്ത് ഇവിടെ എന്ത് കൊടുത്താൽ മതി, ടി വൈ എന്ന് കൊടുത്താൽ മതി. അത് സോൾവ് ആയി കിട്ടും. ഓക്കെ അല്ലേ. പറഞ്ഞ കാര്യം ഒന്നുകൂടി ഞാൻ റിപ്പീറ്റ് ചെയ്യാം. നമ്മുടെ ഓൾഡ് ഇക്വേഷൻ, അതായത് നമ്മളുടെ ലംസം മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് അഗ്രിഗേറ്റ് ഡിമാൻഡിന് നമ്മൾ ആദ്യത്തെ പാർട്ടിൽ, അതായത് ഫോം ചെയ്ത് വരുമ്പോൾ ഒന്നാമത്തെ ഇക്വേഷൻ എന്തായിരുന്നു, പിന്നീട് ഇത് സിംപ്ലിഫൈ ചെയ്തിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട് എ ബാർ പ്ലസ് എന്ന് പറഞ്ഞിട്ടാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ. അതിൽ നിന്ന് ഇതിലേക്ക് എങ്ങനെ മാറ്റങ്ങൾ വരുന്നു, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇപ്പോൾ അവിടെ ഫിക്സഡ് ആയിരുന്നു ഈ ടാക്സ് ടി, ഇവിടെ മാത്രമേ നമുക്ക് മാറ്റം വരുന്നുള്ളൂ. ഈ ടി ഇതുണ്ടോ, നമ്മളുടെ കൺസംഷൻ മെത്തേഡ്, അതായത് നമ്മളുടെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം അണ്ടർ 3 സെക്ടർ എക്കണോമി ഏത് ബേസിസിലാണ്, പ്രൊപ്പോർഷണൽ ടാക്സിന്റെ ബേസിസിൽ. ആ ടാക്സ് ഫിക്സഡ് അല്ല, ചേഞ്ചസ് വന്നുകൊണ്ടിരിക്കും. ചേഞ്ചസ് വരുന്നതുകൊണ്ട് തന്നെ നമ്മൾ സ്മോൾ ലെറ്റർ ടി ആണ് പഴയ സ്ഥാനത്ത് റീപ്ലേസ് ചെയ്ത് വെച്ചു. ബാക്കി ടി ആർ കോൺസ്റ്റന്റ് ആണ്. ഓക്കെ അല്ലേ. ഇനി ഈ ഇക്വേഷനെ സിംപ്ലിഫൈ ചെയ്യണം. ഇതിന്റെ സിംപ്ലിഫിക്കേഷൻസ് ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. എങ്ങനെയാണ് വന്നത് എന്നുള്ളതിന്റെ ഫൈനൽ ഇക്വേഷൻ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഫൈനൽ ആയിട്ട് വരുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഈ ഫൈനൽ ഇക്വേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇതിലേക്ക് വന്നത്, അത് നിങ്ങളോട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം. നിങ്ങൾ പഠിക്കേണ്ട ഏതാണ്, ഇത് നിങ്ങൾ പഠിക്കണം. അത് എങ്ങനെയാണ് വന്നിട്ടുള്ളത്, നിങ്ങളുടെ ലോജിക്ക് ഉപയോഗിച്ചത് എങ്ങനെ വരുത്താം, അല്ലെങ്കിൽ ഈ ഇക്വേഷനിലേക്ക് എങ്ങനെ കൊണ്ടുവന്നിട്ടുള്ളത്, നമ്മുടെ ബേസിക് മാത്സ് ഉപയോഗിച്ചുകൊണ്ട് വന്നിട്ടുള്ള ഒരു കാര്യമാണ്. അതെന്താണെന്നുള്ളത് ഞാൻ ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഒന്നാമത്തെ പാർട്ട് അല്ലേ. ആദ്യത്തെ പാർട്ട് എവിടെയാണ് വന്നിട്ടുള്ളത്, സി ബാർ പ്ലസ് സി കോമൺ ആണ്, സി ഇൻറ്റു വൈ മൈനസ് വൈ ടി, വൈ ടി വൈ മൈനസ് ടി വൈ പ്ലസ് ടി ആർ ബാർ അല്ലേ. ടി ആർ ബാർ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫർ റവന്യൂ ആണ്. അത് അവിടെ കോൺസ്റ്റന്റ് ആയിരിക്കും. അതെന്താണ്, നമ്മൾ ഗവൺമെന്റിലേക്ക് ഒന്നും കൊടുക്കാതെ തന്നെ ഗവൺമെന്റ് നമുക്ക് തരുന്ന കുറച്ച് ആനുകൂല്യങ്ങളാണ്. നമുക്ക് പെൻഷൻസ് ആയിട്ടോ, പിന്നെ നമ്മളുടെ സ്കോളർഷിപ്സ് ആയിട്ട് കുറച്ച് എക്സാമ്പിൾസ് ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതൊക്കെ സെയിം തന്നെയാണ് വരുന്നത്. ദെൻ ഇവിടെ വരുന്നുണ്ട്, ഇത് ഒന്നാമത്തെ പാർട്ടാണ്, ഒന്നാമത്തെ ഇക്വേഷൻ. ഇനി നമ്മൾ രണ്ടാമത്തെ ഇക്വേഷനിലേക്ക് വരികയാണ്. എന്താ ചെയ്യേണ്ടത്, ഞാൻ പറഞ്ഞിട്ടുണ്ട് സി ബാർ തന്നിട്ടില്ലെങ്കിൽ സി ഈക്വൽ ടു, സി ബാർ ഇവിടെ ഓൾറെഡി തന്നിട്ടുണ്ട്, സി ബാർ പ്ലസ് എന്താ കൊടുക്കേണ്ടത്, ഇനി ഈ സി വെച്ചിട്ട് ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക, അതായത് കോമൺ ആയിട്ട് ഒരാൾ പുറത്തുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യണം, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, സി ബാർ പ്ലസ് സി വൈ, ഒന്ന് ഓക്കെ, സി വൈ മൈനസ് ആണ് വരുന്നത് അല്ലേ. സി ഇൻറ്റു മൈനസ് വൈ ടി എന്താണ്, സി ടി വൈ എൻ അല്ലേ വരുള്ളൂ, സി ടി വൈ എൻ അല്ലേ വരിക, അങ്ങനെ തന്നെ അല്ലേ വരിക. ഇതാ മൈനസ് സി ടി വൈ. അപ്പം രണ്ടാമത്തെ പാർട്ടും നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാ. സി വൈ ചെയ്തു, സി ടി വൈ ചെയ്തു. ഇനി എന്താ ഉള്ളത്, സി ഇൻറ്റു ടി ആർ ബാർ ആണ് അല്ലേ. സി ടി ആർ ബാർ അത് ആഡ് ചെയ്യാനല്ലേ, സി ടി ടി ഇവിടെ ക്യാപിറ്റൽ തന്നെയാണ് വരണേ, ഇത് പഴയ പോലെ തന്നെയാണ് വരിക, സി ടി ആർ ബാർ, സി ടി ആർ ബാർ. ഇനി ആരാ ഉള്ളത്, കോമൺ ആയിട്ടുള്ളത് ഇത്ര കാര്യം അതിൽ വരുന്നുള്ളൂ. ഓക്കെ അല്ലേ. അതായത് കൺസംഷൻ വരുമ്പോൾ ആദ്യത്തെ സിയിൽ ഇത്രേ വരുന്നുള്ളൂ. ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇനി നമുക്കൊന്ന് ചെറുതാക്കാനുണ്ട് അല്ലേ. എന്താ ചെറുതാക്കാനുള്ളത്, ഇവിടെ കോമൺ ആയിട്ടൊരു കാര്യം വരുന്നുണ്ട്. ഇനി നമ്മൾ ഇത് മാത്രം നോക്കുക, നിങ്ങൾ കോമൺ ആയിട്ട് ഒരാൾ വരുന്നില്ലേ, സിയും കോമൺ ആണ്, വൈയും കോമൺ ആണ്. അപ്പോൾ അവരെ ഒന്ന് അറേഞ്ച് ചെയ്ത് എഴുതാം. അപ്പോൾ സി ഈക്വൽ ടു അടുത്തത് 2. ഇനി മൂന്നാമത്തെ നമ്മൾ ഫൈനലായിട്ട് വരികയാണ്, ഫൈനലൈസ് ചെയ്ത് വരികയാണ്. ഇങ്ങനെയാണ് ഇക്വേഷൻ വരിക. ഓക്കെ അല്ലേ. ഈ ഇക്വേഷനിൽ നിന്ന് ഇവിടെ നിന്ന് വേണം അടുത്തതിലേക്ക് വരാൻ. ഇതുണ്ടോ, ഇതിലേക്ക് വരികയാണ്. ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ, തേർഡ്. ഈ തേർഡിലേക്ക് നമ്മൾ എങ്ങനെ കൊണ്ടുവരുന്നു, സി ഈക്വൽ ടു, ഇവിടെ നോക്കടാ, സിയും വൈയും അല്ലേ, സിയും കോമൺ ആണ്, വൈയും കോമൺ ആണ്. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്തിട്ടുണ്ട്, ഈ സി ബാർ ഓൾറെഡി കൊടുത്തു, ഇത് ഇതേപോലെ തന്നെ പ്ലേസ് ചെയ്തു. പ്ലസ് ഇനി എന്ത് കൊടുത്താൽ മതി, സി കോമൺ ആണ് അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ സിയെ പുറത്തേക്ക് എടുത്തു, ദെൻ വൈനെ നമുക്ക് പുറത്തേക്ക് എടുക്കണം. ദെൻ 1 മൈനസ് ടി ഇൻറ്റു വൈ പ്ലസ് സി ടി ആർ ബാർ എന്നാണ് ഇതിലേക്ക് വരുന്നത്. എങ്ങനെ ഇത് വന്നിട്ടുള്ളത്, സി 2 നമ്മൾ കോമൺ ആയിട്ട് നമ്മൾ പുറത്തേക്ക് എടുത്തു, വൈയും കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. സി ഓൾറെഡി നമ്മൾ പോയി സി പുറത്തേക്ക് എടുത്തു, വൈയും നമ്മൾ എടുത്തിട്ടുണ്ട്. ഇവിടെ വൈ എടുത്തു. ഇനി ബാക്കി ആരുള്ളത്, ഈ സ്മോൾ
ലെറ്റർ ടി അല്ലേ ഉള്ളൂ, അതായത് ടാക്സ് റേറ്റ് മാത്രമേ ഇവിടെ ബാക്കിയുള്ളൂ. അതുകൊണ്ട് ആ ടി ഇവിടെ കൊടുത്തു. ഇനി എങ്ങനെയാ 1 - t വന്നിട്ടുള്ളത്? അതായത് സി വൈനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മാത്രമേ എന്ത് കിട്ടുള്ളൂ, നമുക്ക് സി വൈ എന്ന് കിട്ടുള്ളൂ. അതായത് 1 × 1 ആണല്ലോ 1, അല്ലെങ്കിൽ 2 × 1 ആണ് 2 എന്ന് പറയുന്നത്. അതായത് സി വൈ × 1 = സി വൈ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇവിടെ 1 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇത് നമ്മളുടെ ബേസിക് മാത്സിന്റെ ഇക്വേഷൻ ആണ്. നിങ്ങൾ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ എങ്ങനെയാണ് അത് എന്താ പറയാ ചെറുതാക്കി കൊണ്ടുവന്നിട്ടുള്ളത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സി നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ദെൻ സി വൈ എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ 1 കൊണ്ട് തന്നെയാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്. സോ 1 - t, ബാലൻസ് ആരാ അവിടെ ഉള്ളത്? ടി × 1 വരികയാണെങ്കിൽ 1 മാത്രമേ വരുള്ളൂ, ടി വരുള്ളൂ. അപ്പോൾ എന്താണ്, ടി മാത്രമേ അവിടെ ഉള്ളൂ. അവിടെ എന്താണ് ഡയറക്റ്റ് ആയിട്ട് ആ ടി ഉണ്ട്, അതുകൊണ്ട് നമ്മൾ അവിടെ പ്ലേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഇതാണ് ആ സിംപ്ലിഫിക്കേഷൻ വന്നിട്ടുള്ളത്. നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? നമ്മളുടെ കൺസംഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൂന്നാമത്തെ ഇക്വേഷൻ വരുന്നുണ്ട് സി ബാർ പ്ലസ് സി × 1 - t വൈ എന്താണ്, അത് സിയും വൈയും കോമൺ ആക്കി നമ്മൾ എടുത്തതാണ്, പ്ലസ് സി ടി ആർ ബാർ. ഈ സി എന്താണ്, ഇത് എം പി സി ആണെന്നൊക്കെ നമുക്കറിയാം. സി തരാണെങ്കിൽ അത് എം പി സി ആണ്. എം പി സി എത്രയാണ്? 0.7 ആണെങ്കിൽ 0.7 ഡയറക്റ്റ് ആയിട്ട് വാല്യൂ തരും. ടി എത്രയാണ്, സ്മോൾ ലെറ്റർ ടി എത്രയാണ് വാല്യൂ തരും. ദെൻ ഈ ഇക്വേഷനിൽ പ്ലേസ് ചെയ്ത് വെച്ചാൽ മാത്രം മതി. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കൺസംഷൻ ഓക്കെ ആയിട്ട് നമുക്ക് ഇതാണ് കൺസംഷന്റെ ഇക്വേഷൻ ഫൈനലായിട്ട് വരുന്നത്. ദെൻ ക്ലിയർ അല്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ ആണെങ്കിൽ ഓക്കെ പറയാം, നിങ്ങൾ കമന്റ് പറയാം. ഇല്ലെങ്കിൽ ഒരു പേടിയും പേടിക്കേണ്ട, നമുക്ക് ഇനിയും നമ്മുടെ റിവിഷൻസ് നെക്സ്റ്റ് മന്ത് അല്ല, ഇത് നമ്മുടെ ചാപ്റ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ റിവിഷൻസ് സ്റ്റാർട്ട് ചെയ്യും. വീണ്ടും നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ റിപ്പീറ്റ് ചെയ്യും, എക്സാമ്പിൾസ് ക്വസ്റ്റ്യൻസ് ചെയ്യും. അപ്പോൾ ഇന്നത്തെ ലൈവിൽ ഞാൻ ഇത് വേഗം തീർക്കാനാണ് നോക്കുന്നത്. നമ്മുടെ ഈ ചാപ്റ്റർ ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യുക, ദെൻ നമ്മുടെ റിവിഷൻസ് വരും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ 2-3 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ എന്താ പഠിക്കേണ്ടത്? ഇക്വേഷൻ സി ബാർ പ്ലസ്, ഇതാണ് നമുക്ക് വേണ്ട ഇക്വേഷൻ. ഇതുണ്ടോ, ഇതാണ് നമുക്ക് ആവശ്യമുള്ള ഇക്വേഷൻ. അതിലേക്ക് എങ്ങനെ വന്നു? ബേസിക് നമ്മളുടെ ലംസം മെത്തേഡിൽ നിന്ന് എന്താ മാറ്റിയിട്ടുള്ളത്? ടി മാറ്റിയിട്ട് നമ്മളിവിടെ ടി വൈ പ്ലേസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക എന്നുള്ളത് ആദ്യത്തെ കോൺസെപ്റ്റ് ആണ്, ഞാൻ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ മൾട്ടിപ്ലൈ ചെയ്തു, സി ഇത് ചെയ്തിട്ടുണ്ട്. വീണ്ടും നമ്മളൊന്ന് ചെറുതാക്കിയിട്ടുണ്ട്, ഈ പാർട്ട് കണ്ടോ. അതുകൊണ്ടാണ് ഇവിടെ 1 - എന്ന് വന്നിട്ടുള്ളത്. ഈ 1 - എന്ന് വരാനുള്ള റീസൺ ഈ സിയും കോമൺ ആണ്, വൈയും കോമൺ ആണ്. അതുകൊണ്ട് തന്നെ ഈ സിയെയും വൈയെയും നമ്മൾ ബ്രാക്കറ്റിനെ പുറത്തിട്ടു. ദെൻ അതിൻ്റെ ഉള്ളിൽ നിന്ന് 1 - t എന്നാക്കി. ഇവിടെ എന്താ സി വൈ എന്ന് വരാനുള്ള റീസൺ? സി വൈയെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താണ് അവിടെ ആരുള്ളൂ, സി വൈ വരുള്ളൂ. അതുകൊണ്ട് ബാക്കിയുള്ളത് ആരാണ്? 1 ആണ്. അതിൽ നിന്ന് ഇവിടെ എല്ലാവരും പോയി കഴിഞ്ഞ് ബാക്കി ആരാളുള്ളത്? ടി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഇത് വന്നിട്ടുള്ളത് സി × 1 - t, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. വീണ്ടും കോമൺ ആയിട്ടുള്ള ഒരു എലമെന്റ് വൈ ആണ്. ദെൻ പ്ലസ് സി ടി ആർ, അത് എന്താണ്? നമ്മളുടെ ട്രാൻസ്ഫർ റവന്യൂ ആണ്. കഴിഞ്ഞ അതേപോലെ തന്നെയാണ്, കഴിഞ്ഞ പാർട്ടിൽ, അതായത് ലംസം മെത്തേഡിൽ നമ്മൾ ചെയ്ത പോലത്തെ. ഫിക്സഡ് അല്ലാത്ത ഒരാൾ ആരാണ്? സ്മോൾ ലെറ്റർ ടി വൈ മാത്രമേ ഉള്ളൂ. ക്ലിയർ അല്ലേ? അതുകൊണ്ടാണ് ഇതിന് ഏത് മെത്തേഡ് എന്ന് പറഞ്ഞിട്ടുള്ളത്? പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? 3 തവണ നമ്മൾ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഇക്വേഷൻ വരാനുള്ള റീസൺ, നിങ്ങൾ പഠിക്കേണ്ട ഇക്വേഷൻ ഏതാ? കൺസംഷൻ കാണണമെങ്കിൽ ഇതാണ് നമ്മുടെ ഫൈനൽ ഇക്വേഷൻ വരുന്നത്. ഓക്കെ അല്ലേ? ദെൻ ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അഗ്രിഗേറ്റ് ഡിമാൻഡ്. അങ്ങനെയാണെങ്കിൽ എന്താ? ഇനി ബാക്കിയുള്ള കാര്യങ്ങൾക്കൊന്നും മാറ്റില്ല, കൺസംഷൻ മാത്രമേ ആ ചേഞ്ചസ് വരുള്ളൂ. അത് ലംസം മെത്തേഡിലാണെങ്കിലും കൺസംഷന്റെ കാണാൻ, അല്ലേ സി കാണാൻ മാത്രമേ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടുള്ളായിരുന്നു. ബാക്കി ഐ യും ആണ്, ജിയും നമുക്ക് ഫിക്സഡ് ആയിട്ട് തരുന്നുണ്ട്. അതിൽ വേറെ കാൽക്കുലേഷൻസ് ഒന്നുമില്ല. അത് എന്താ പറയുക, എ ബാർ ആയിട്ട് വരുന്നതാണ് അല്ലേ? നമുക്ക് ഓട്ടോണമസ് ആയിട്ട് വരുന്ന എക്സ്പെൻഡിച്ചർ ആണ്. I = I ബാർ എന്നും G = G ബാർ എന്നും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷന്റെ കൂടെ I ബാർ പ്ലസ് G ബാർ മാത്രം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായി? അത് അഗ്രിഗേറ്റ് ഡിമാൻഡ് ആയി, AD ആയി. AD = C ബാർ പ്ലസ് C × 1 - t, ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തു. അവിടെ ആരും പ്ലേസ് ചെയ്തിട്ടുണ്ട്? Y. ഇതാണ്, ഇത്രയും ഭാഗമാണ് നമ്മളുടെ സി എന്ന് പറയുന്നത്. സോറി, ഇത്രയും ഭാഗം ആരും കൂടി ഉണ്ട് ഇതിൻ്റെ കൂടെ സി ടി ആർ ബാർ കൂടി ഉണ്ട്. ദെൻ ആരാ അഡീഷണൽ വന്നിട്ടുള്ളൂ? ഐ ബാറും. ഇത് ഐ ബാർ ആണ്, ഐ ഫിക്സർ ആണ്, നമുക്കറിയാലോ. ഐ ബാർ പ്ലസ് ജി ബാർ. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫൈനലൈസ് ചെയ്തൊരു ഇക്വേഷൻ ചുരുക്കി നമ്മൾ കൊണ്ടുവരാൻ പഠിച്ചിട്ടുണ്ട്. ഈ ബാറിലെ ഈ ബാർ ഉള്ള, അതായത് ഓട്ടോണമസുകാരൊക്കെ നമ്മളൊരു ഗ്രൂപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. എ ബാർ ഒരു ഗ്രൂപ്പിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയുണ്ട്? ഐ ബാർ, ജി ബാർ, സി ടി ആർ ബാർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇവർ 3 പേര് എന്താക്കിയിട്ടുണ്ട്? ഒരു ഗ്രൂപ്പ് ആക്കി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ ബാർ വന്നിട്ടുള്ള ആരൊക്കെ? സി ബാർ, ദെൻ സി ടി ആർ ബാർ, ഐ ബാർ, ജി ബാർ, ഇവരൊക്കെ കൂട്ടിയിട്ട് നമുക്ക് എന്തെന്ന് പറയാം? ആഡ് ചെയ്തിട്ട് എ ബാർ എന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ ഇനി ബാലൻസ് ആരുള്ളൂ? ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ സെപ്പറേറ്റ് ആക്കി എഴുതി വെച്ചു. എ ബാർ പ്ലസ് ഇതാണ് വന്നിട്ടുള്ളത് നമ്മളുടെ AD = A ബാർ പ്ലസ് C കോമൺ ആയിട്ട് വെച്ചിട്ടുണ്ട് 1 - t × Y ഇൻകം.
ഓക്കെ അല്ലേ? ഇത്ര കാര്യം ഇതിൽ ചേഞ്ചസ് ആയിട്ട് നമുക്ക് വരുന്നുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഫസ്റ്റ്, അതായത് ഒന്നാമത്തെ മെത്തേഡിനെ മനസ്സിലാക്കിയിരിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലിരിക്കും നമ്മളുടെ ഈ പ്രൊപ്പോർഷണൽ ടാക്സിൽ നിങ്ങൾക്ക് പ്രോബ്ലം ചെയ്യാൻ. വാല്യൂസ് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് തരും, അതിലൊന്നും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. പിന്നെ ഇതിൻ്റെ ഒരു ഗ്രാഫാണ് വരുന്നത്, ജസ്റ്റ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ഇവിടെ എന്താ വന്നിട്ടുള്ളത്? അഗ്രിഗേറ്റ് ഡിമാൻഡ് 1. ഇതെന്താ വന്നിട്ടുള്ളത്? ഇവിടെ ഒരു ഫ്ലാറ്റർ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് അഗ്രിഗേറ്റ് ഡിമാൻഡിന് വന്നിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ഈ ഗ്രാഫ് നിങ്ങളൊന്ന് നോക്കുക. ക്ലിയർ അല്ലേ? നമ്മുടെ എക്സ് ആക്സിസ് തരും, വൈ ആക്സിസ് തരും, അവിടെ അഗ്രിഗേറ്റ് ഡിമാൻഡ്, അഗ്രിഗേറ്റ് സപ്ലൈ, അഗ്രിഗേറ്റ് ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസും തരും. ഓക്കെ അല്ലേ? ഇത് ലേശം ഫ്ലാറ്റർ ആയിട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. അതാണ് AD1 എന്ന് പറഞ്ഞിവിടെ ഡിനോട്ട് ചെയ്തിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ദെൻ ഇനി നമുക്ക് പോകാനുള്ളതാണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. ഇപ്പൊ നമ്മൾ കണ്ടുപിടിച്ചിട്ടുള്ള മെത്തേഡ് ഒക്കെയാണ്. ആ മെത്തേഡിലുള്ള പ്രോബ്ലംസ് നമ്മളെ പ്രാക്ടീസ് ആയ ക്വസ്റ്റ്യൻ ഗ്രൂപ്പിൽ വരുന്നുണ്ടാവും. അതായത് ഒന്നുമില്ല, നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് വാല്യൂസ് തരും, കാൽക്കുലേറ്റർ എടുക്കുക, ഈ ഇക്വേഷനിലാണ് ജി ബാർ എത്ര, ഇപ്പോൾ ക്വസ്റ്റ്യനിൽ തരും ജി ബാർ എത്രയെന്ന് തരും, ഐ ബാർ എത്രയാണെന്നുള്ളത് തരും, എമൗണ്ട് തരും അല്ലേ. ഐ ബാർ 30 ആണെന്ന് വിചാരിച്ചോ, CR ആവാം, അല്ലെങ്കിൽ ലാക്കിൻ്റെ ബേസിലാക്കാം, തൗസൻഡ്സിൽ തരാം, എങ്ങനെയാണോ നമുക്ക് തരിക. പിന്നെ TY എത്രയാണെന്നുള്ളത് തരും, സി ബാർ എത്രയാണെന്നുള്ളത് തരും, MPC എത്രയാണെന്നുള്ളത് തരും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്? ഒന്നുമില്ല, ഈ ഇക്വേഷനിൽ അങ്ങോട്ട് പ്ലേസ് ചെയ്യുക, ഫൈനൽ വാല്യൂ നമ്മൾ കണ്ടുപിടിക്കുന്നു. അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു ഇത്ര അല്ലേ, എക്കണോമിയിൽ അഗ്രിഗേറ്റ് ഡിമാൻഡ് ഈക്വൽ ടു ഇത്ര, അതായത് 3 സെക്ടർ എക്കണോമിയിൽ എത്രയാണെന്നുള്ളത് ഡയറക്റ്റ് ആയിട്ട് തരും. അത് അങ്ങോട്ട് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സിമ്പിൾ ആണ്. നമ്മുടെ കഴിഞ്ഞ എക്സാമ്പിൾ അല്ലെ, കഴിഞ്ഞ മെത്തേഡിൽ ഞാൻ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പ്രോബ്ലം കൂടി ചെയ്യുമ്പോൾ ക്ലാസ് കുറച്ചുകൂടി ലെങ്തി ആവും, അതുകൊണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്തിട്ടില്ല. അതായത് നമുക്ക് അറിയാം, ഇല്ലെങ്കിൽ നമ്മുടെ റിവിഷൻ ക്ലാസ്സിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മുടെ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഒരു പ്രാവശ്യം കൊണ്ട് പേരതാ, നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് എവിടെ വന്നിട്ടുണ്ട്? നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക? ഇതിൽ ജോയിൻ ചെയ്യുക. ഇതിൽ പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ് വരും, പോൾ ക്വസ്റ്റ്യൻസ് വരും, ഈ ചാപ്റ്ററുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഷോർട്ട് ക്വസ്റ്റ്യൻസ് വരും, ബാക്കി എല്ലാ ഡിസ്കഷൻസ് ഇതിൽ വരും. ഓക്കെ അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള പ്രാക്ടീസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്യുക. ഓക്കെ, ഷോർട്ട് നോട്ട്സ് ഒക്കെ പ്രിപ്പയർ ചെയ്തിട്ട് മനസ്സിലായ രീതിയിൽ നിങ്ങൾ ചെയ്യണം. ഓക്കെ അല്ലേ? അപ്പോൾ ഒരു ഇക്വേഷൻ എങ്ങനെ ബിൽഡ് ചെയ്ത് വന്നു, അത് നിങ്ങൾ അത്രയും ഓർത്ത് കിട്ടിയിട്ടില്ലെങ്കിൽ ഈ ഫൈനലായിട്ടുള്ള ഇക്വേഷൻ എന്തായാലും നിങ്ങൾ ഓർത്ത് വയ്ക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഇതിലേക്ക് എങ്ങനെ വന്നു അത് ബുദ്ധിമുട്ട് ആലോചിച്ചിട്ട് കിട്ടണില്ലെങ്കിൽ ഈ ഫൈനൽ ഇക്വേഷൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ ലോജിക്ക് ഉപയോഗിച്ച് 1 2 3 എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ സ്റ്റെപ്പിൽ ഇക്വേഷൻ റെഡി. ഓക്കെ അല്ലേ? ഇനി നമുക്ക് പോകാനുള്ളത് എന്താണ്? ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം. ഇപ്പൊ നമ്മൾ അഗ്രിഗേറ്റ് ഡിമാൻഡ് കണ്ടു. നമ്മുടെ മെയിൻ എയിം എന്താ? ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അതായത് ഡിറ്റർമിനേഷൻ ഓഫ് ഇക്വിലിബ്രിയം ഇൻകം ആണ് നമ്മൾ കാണാൻ പോകുന്നത്. ഇനി എങ്ങനെ ഇക്വിലിബ്രിയം ഇൻകം, അതായത് ഗ്രാഫിക്കൽ മെത്തേഡിൽ നോക്കിയിട്ട് Y* കണ്ടിട്ടുണ്ട്. ഇനി അത് എങ്ങനെയാണ് നമ്മൾ മാത്തമാറ്റിക്കൽ റെപ്രസെന്റേഷനിൽ ചെയ്യുന്നത്, ആൾജിബ്രിക് മെത്തേഡിൽ ചെയ്യുന്നത്, അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഗ്രാഫിലൊന്നും വലിയ മാറ്റങ്ങളൊന്നും വരുന്നില്ല. Y* ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി 1 മൈനസ് സി ഇൻറ്റു എന്താ വരുന്നത്? 1 മൈനസ് ടി എന്നാ വരുന്നത്. അതായത് ടാക്സ് റേറ്റിലുള്ള മാറ്റം ഇവിടെ 1ൽ നിന്ന് ലെസ് ചെയ്യണം. ഇൻറ്റു ഇവിടെ A ബാർ എന്ന് പറഞ്ഞിട്ടുള്ളത് ഒന്നുമില്ല. ഇതാ ടെക്സ്റ്റിൽ തന്നിട്ടുള്ള ഇക്വേഷൻ കണ്ടിട്ട് നിങ്ങളൊന്നും വറീഡ് ആവണ്ട. A ബാർ ഡിവൈഡഡ് ബൈ, നമ്മൾ പഠിച്ചിട്ടുണ്ട് എല്ലാത്തിലും നമ്മൾ എങ്ങനെയാണ് ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്ന് പറയുന്നത്, A ബാർ ആയിരിക്കും മുകളിൽ വരിക അല്ലെ. A ബാർ ഡിവൈഡഡ് ബൈ എന്ത് കൊടുത്താൽ മതി? 1 മൈനസ് സി ഇൻറ്റു 1 മൈനസ് ടി എന്ന് കൊടുത്താൽ മതി. ബുദ്ധിമുട്ടുണ്ടോ? ഈ സി എന്താണ്? ഇത് MPC ആയിരിക്കും. ടി എത്രയാണ്? ടാക്സ് റേറ്റിൽ വന്നിട്ടുള്ള ചേഞ്ചസ് എത്രയാണെന്നുള്ളത് അത് തരും, അത് ഡയറക്റ്റ് ആയിട്ട് തരും. അപ്പോൾ 1ൽ നിന്ന് ആ ടാക്സിന്റെ മാറ്റം കുറയ്ക്കുക, 1ൽ നിന്ന് നമ്മുടെ MPS ലെസ് ചെയ്യുക, അപ്പോൾ ഒരു എമൗണ്ട് കിട്ടും. ഇതാ ഇതേ ഇൻറ്റു ഇത് അല്ലെ, ആദ്യത്തെ പാർട്ട് A ആണ്, ഇത് B ആണെന്നുണ്ടെങ്കിൽ A ഇൻറ്റു B അവിടെ ചെയ്യുന്നു. A ബാർ എന്ന് പറഞ്ഞാൽ എന്താടാ? A ബാർ നമുക്കറിയാം ഏതൊക്കെയാണ് A ബാറിൽ വരുന്നത്, ആരൊക്കെയാണ് A ബാറിൽ വരുന്നത്. A ബാറിൽ വരുന്ന 3 പേരാണിത്. CTR ബാർ ഉണ്ട്, I ബാർ ഉണ്ട്, G ബാർ ഉണ്ട്, ദെൻ C ബാർ ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ A ബാർ എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ അല്ലെ, നമ്മളുടെ Y* എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് ഇങ്ങനെയും കൂടി ആഡ് ചെയ്യാം. Y* അല്ലെങ്കിൽ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം എന്ന് പറയുന്നത് എന്താണ്? C ബാർ ഓൾറെഡി നമുക്കറിയാം, ബാർ വന്നൊക്കെ ഒരു ഗ്രൂപ്പ്. ദെൻ CTR ബാർ ഉണ്ട്. ഈ C ഒക്കെ എന്താണ്? MPC ആണ്. ഈ C ബാർ നമ്മുടെ അപ്പം തരും ഡയറക്റ്റ് ആയിട്ട് എത്രയാണോ ഓട്ടോണമസ് കൺസംഷൻ എമൗണ്ട്, വരുമാനം ഇല്ലെങ്കിൽ കൂടി നമ്മൾ പർച്ചേസ് ചെയ്യുന്ന എമൗണ്ട് ഡയറക്റ്റ് ആയിട്ട് തരും. ദെൻ C ഇത് MPC ആയിരിക്കും. TR ബാർ നമ്മൾ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ അടുത്ത ബാർ ആരാ വരുന്നത്? I ബാറും G ബാറും അല്ലേ ഉള്ളൂ. I ബാർ പ്ലസ് G ബാർ ഹോൾ ഡിവൈഡഡ് ബൈ 1 മൈനസ് C ഇൻറ്റു 1 മൈനസ് ടി. ഇത്രേ ചെയ്യാനുള്ളൂ. ഇതിനെയാണ് നമ്മൾ സിംപ്ലിഫൈ ചെയ്തിട്ട് A ബാർ ഡിവൈഡഡ് ബൈ
ഈ 1 മൈനസ് സി ഇൻറ്റു 1 മൈനസ് ടി എന്നാക്കിയിട്ടുള്ളത്. ബുദ്ധിമുട്ടില്ലല്ലോ. അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കണം എന്നില്ല. എ ബാർ ഡിവൈഡഡ് ബൈ എന്ന് കോമൺ ആയിട്ട് കൊടുത്താൽ മതി. ഇനി ഇതിന്റെ സിംപ്ലിഫിക്കേഷൻ രൂപമാണ് എന്ത്, ഇത്. ഓക്കെ അല്ലേ? അപ്പോൾ നിങ്ങൾ എന്താ ഓർത്ത് വെക്കേണ്ടത്, എ ബാർ ഡിവൈഡഡ് ബൈ 1 മൈനസ് സി ഇൻറ്റു 1 മൈനസ് ടി എന്ന് പഠിച്ചു വെക്കുക. ഇനി എ ബാർ ഇനി അത് പഠിച്ചു വെക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ നിങ്ങൾ ഈ ഒന്നാമത്തെ മെത്തേഡ് തന്നെ ഓർത്ത് വെക്കുക. ഏതൊക്കെയാണ് എ ബാറിൽ വരുന്നത് എന്നുള്ളത് ഇന്ന ആളുകളൊക്കെയാണെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് എമൗണ്ട് പ്ലേസ് ചെയ്യുന്നു, കാൽക്കുലേറ്റർ എടുക്കുന്നു, വാല്യൂ പ്ലേസ് ചെയ്യുന്നു, എൻ്റർ അടിക്കുന്നു, നമുക്ക് ആൻസർ കിട്ടി. ക്ലിയർ അല്ലേ? ഇത്ര കാര്യത്തിൽ ചെയ്യാനുള്ളൂ. ലംസം മെത്തേഡ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾക്ക് അത്ര സിമ്പിൾ ആയിരിക്കും. ദെൻ അവിടെ ഗ്രാഫ് വന്നിട്ടുണ്ട്. ഗ്രാഫ് വന്ന എന്താണ്, ഒന്നുമില്ല, ഇൻകത്തിൽ വരുന്ന ചേഞ്ചസ് ആണ്. ഇയിൽ നിന്ന് E1ലേക്ക് മാറി, ഇക്വിലിബ്രിയം പോയിന്റ് ഓഫ് അടുത്ത് ലെവൽ ഓഫ് ഇൻകത്തിലേക്ക് മാറി. അഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ അഗ്രിഗേറ്റ് സപ്ലൈയുടെയും നമുക്കുള്ള ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. 45 ഡിഗ്രി എക്സ് ആൻഡ് വൈ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുണ്ട്. എന്താ മാറ്റമുള്ളത്, ഈ ചേഞ്ചസ് നമ്മൾ ഗ്രാഫിക്കലി മാറ്റുകയാണെങ്കിൽ ഇൻകത്തിനുണ്ടായ വർധനവ്. ഓക്കെ, അത്രേ നമുക്ക് ചെയ്യാനുള്ളൂ. ക്ലിയർ? ഇനി നമുക്ക് പഠിക്കാനുള്ളതാണ് ദ മൾട്ടിപ്ലെയർ മെക്കാനിസത്തിൽ പഠിക്കാണ്ട് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലെയർ. എന്തായാലും മൾട്ടിപ്ലെയർ നമ്മൾ എല്ലാത്തിലും പഠിച്ചു വന്നിട്ടുണ്ട്. ടാക്സിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ആണ് ടാക്സ് മൾട്ടിപ്ലെയർ കണ്ടിട്ടുണ്ട്. ഓക്കെ അല്ലേ? കഴിഞ്ഞ ചാപ്റ്ററിന്റെ ലാസ്റ്റ് വന്നിട്ടില്ലേ, അവസാനത്തെ പാർട്ട്. അതേപോലെ തന്നെ ഇവിടെ നമ്മൾ എന്ത് കാണണം, എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലെയർ കാണണം. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്താണ്, എ ബാറിന് ഉണ്ടാവുന്ന ചേഞ്ചസിനനുസരിച്ച് ഇൻകത്തിൽ വരുന്ന മാറ്റം. അതാണല്ലോ ഇവിടെ നമുക്ക് പഠിക്കാനുള്ളത്. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എന്തായിട്ടാണ് വരിക, 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ടി ഇൻറ്റു 1 മൈനസ് ടി. അതായത് ഇവിടെ ഒന്നുമില്ല, ഇവിടെ എ ബാറിന് മാറി, അതായത് ഇവിടെ നോക്കടാ, ഇതേ മാറണുള്ളൂ. ഈ എ ബാർ മാറിയിട്ട് അവിടെ എന്തായി, മുകളിൽ 1 ആയിട്ടുണ്ട്. ആ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് സി ഇൻറ്റു 1 മൈനസ് ടി എന്ന് മാത്രം കൊടുത്താൽ മതി. ഈ ഇക്വേഷൻ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്ത് വെക്കുക. ഇനി എന്താ ചെയ്യാം, നമുക്കൊരു എക്സാമ്പിൾ ചെയ്ത് നോക്കാം. നമുക്ക് ചെയ്ത് നോക്കാം. എം പി സി ആണല്ലോ സി എന്ന് പറയുന്നത്, സ്മോൾ ലെറ്റർ സി. എം പി സി ഇപ്പോൾ ഒരു 0.5 നമുക്ക് ക്വസ്റ്റ്യനിൽ തരാം. ദെൻ എന്ത് പറയുന്നത്, ടി എന്ന് പറയുന്നത്, അതായത് സ്മോൾ ടി എന്നാണ് ടാക്സ് റേറ്റിലുള്ള ചേഞ്ചസ് എത്രയെന്ന് പറയുന്നത്. 0.3 എന്നും തന്നിട്ടുണ്ട് വിചാരിക്കുക. എന്താണ്, പ്രൊപ്പോർഷണൽ ടാക്സ് പ്രകാരം. ഓക്കെ അല്ലേ? ഇൻ കേസ് ഓഫ് പ്രൊപ്പോർഷണൽ ടാക്സ്, ഫൈൻഡ് എന്താ കൊടുക്കാം നമുക്ക്, ഫൈൻഡ് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ കേട്ടോ. എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഒരു എക്സാമ്പിൾ ആണ്. എം പി സി തന്നിട്ടുണ്ട്, ടാക്സ് തന്നിട്ടുണ്ട്, ഡയറക്റ്റ് ആയിട്ട് തരും. ഇതിന്റെ ബേസ് വെച്ചുകൊണ്ട് നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞത് എന്താണടാ, ഇവിടെ തന്നിട്ടുണ്ട് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലെയർ കാണണം. ഓക്കെ അല്ലേ? ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലെയർ ഓൺ ദ ബേസിസ് ഓഫ് പ്രൊപ്പോർഷണൽ ടാക്സ്. അപ്പോൾ എന്ത് തന്നിട്ടുണ്ട്, എം പി സി 0.5 ആണ് തന്നിട്ടുണ്ട്, ടാക്സ് റേറ്റ് അവിടെ 0.3 ആണ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റർ എടുത്തോളാം, നമുക്കൊപ്പം ചെയ്തു പോവാം. എന്താ ചെയ്യേണ്ടത്, നമ്മളുടെ വാല്യൂസ് എന്ന് പറയുന്നത് ഇവിടെ എന്താ, ഇക്വേഷൻ ഇതാണ് ഇക്വേഷൻ വേണമെങ്കിൽ ഒന്നുകൂടി നമുക്ക് എടുത്തെഴുതാം. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് സി ഇൻറ്റു 1 മൈനസ് ടി എന്നാണ് അവിടെ തന്നിട്ടുള്ളത്. ഓക്കെ അല്ലേ? അങ്ങനെയാണെങ്കിൽ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് സി എത്രയാടാ, എം പി സി ആണ് 0.5 ആണ്, ഇൻറ്റു എത്ര വരിക, 1 മൈനസ് ടി എത്ര, 0.3 എന്നാണ് വരുന്നത്. ഇനി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് വന്നാൽ പോരെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ബുദ്ധിമുട്ടുള്ളത്, ഒന്നുമില്ല. 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.5 എന്താ, അതെപ്പോഴും 0.5 തന്നെ വരിക അല്ലേ. ദെൻ നമ്മൾ ഇപ്പോൾ ഇവിടെ ചെയ്യണ്ട, കാരണം ഇത് മൾട്ടിപ്ലൈ ചെയ്യണം. ആദ്യം ബോർഡ് മാസ് പഠിച്ചിട്ടില്ല നിങ്ങൾ, ബോർഡ് മാസ് പ്രകാരം ആദ്യം ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം അല്ലേ, ബ്രാക്കറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യണം. ബോർഡ് മാസ് ഇതൊക്കെ ബേസിക് മാത്സ് ആണ്, അപ്പോൾ അതിലൊന്നും നിങ്ങൾ വറീഡ് ആവണ്ട. ആദ്യം ബോർഡ് മാസ് ചെയ്യണം. അപ്പോൾ ഓക്കെ, ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആയിട്ട് വെച്ചിട്ടുണ്ട്. ദെൻ 1 മൈനസ് 0.5 ഇൻറ്റു 1 മൈനസ് 0.3 എത്രയാണ്, 1 മൈനസ് 0.3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0.7 ആണ്. ഇനി എന്ത് ചെയ്യണം, 0.5 ഇൻറ്റു 0.7 ചെയ്യുന്നു നമ്മൾ അല്ലേ, 0.5 ഇൻറ്റു 0.7. അപ്പോൾ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് 0.5 ഇൻറ്റു 0.7 ചെയ്യുന്നു. അത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാണ് നമ്മുടെ ബോർഡ് മാസ് പ്രകാരം. Then it is equal to 1 divided by 1 minus 0.35 എന്ന് വരും അല്ലേ. 7 into 5 35 ആണ്. ഒരു സ്ഥാനം മാറ്റി നമ്മൾ പോയിന്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, 0.35 എന്ന് കിട്ടിയിട്ടുണ്ട്. ദെൻ 1 divided by 0.65 എന്ന് വരും അല്ലേ. 1ൽ നിന്ന് 0.35 ലെസ് ചെയ്തു. ദെൻ ഡയറക്റ്റ് നമ്മൾ വാല്യൂ ചെയ്തിട്ടുണ്ട് 1.53 എന്ന് നമുക്ക് കിട്ടും. ഓക്കെ അല്ലേ, ഇത്രയും നമുക്ക് കിട്ടാനുള്ളൂ. ക്ലിയർ അല്ലേ?
ഇതാണ് നമ്മളുടെ എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. ഇതുപോലെ തന്നെ ഇവിടെ ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകത്തിൽ നിന്ന് നമുക്ക് എക്സാമ്പിൾസ് തരാം. സി എന്ന് പറയുന്നത് MPC ആണ്, MPC ഒരു 0.8, ദെൻ ടി എ ബാർ എത്രയാണെന്നുള്ളതുണ്ടെങ്കിൽ അത് തരും. ഓക്കെ, അതിൻ്റെ ബേസിൽ നമ്മൾ എന്ത് കണ്ടുപിടിക്കുക? ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം അല്ലെങ്കിൽ Y സ്റ്റാർ കണ്ടുപിടിക്കുക. അപ്പോൾ ഇങ്ങനെയും ഡയറക്റ്റ് ആയിട്ട് ക്വസ്റ്റ്യൻസ് തരും. ഇത് നമ്മൾ എന്താ പഠിച്ചിട്ടുള്ളത്? മൾട്ടിപ്ലയർ ആണ്. മൾട്ടിപ്ലയറിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ധാരാളം എക്സാമ്പിൾസ് വെച്ചിട്ട് നമുക്ക് പ്രോബ്ലംസ് ഒക്കെ ചെയ്യാം. ക്ലിയർ അല്ലേ? അതിൻ്റെ ഒരു ഗ്രാഫാണ് ഇവിടെ തന്നിട്ടുള്ളത്. മൾട്ടിപ്ലയർ മെക്കാനിസത്തിൻ്റെ ഗ്രാഫാണ് തന്നിട്ടുള്ളത്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ടാക്സ് റേറ്റ് ഡിക്രീസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? അഗ്രഗേറ്റ് ഡിമാൻഡിലും നമുക്ക് എന്താണ് സ്ലൈറ്റസ്റ്റ് ആയിട്ട് അത് ഡിക്രീസ് ചെയ്ത് വരും. ഓക്കെ അല്ലേ? ഇത്ര നമുക്ക് പഠിക്കാമല്ലോ. ഡിക്രീസ് ചെയ്യല്ല, ഇൻക്രീസ് ചെയ്യാണ് ഇവിടെ. ഇതാണ് ആ മാറ്റം വരുന്നത്. ഓക്കെ അല്ലേ? അഗ്രഗേറ്റ് ഡിമാൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ചസ് ഇത്രേ നമുക്ക് പഠിക്കാനുള്ളൂ. അപ്പോൾ ഗ്രാഫിക്കൽ മെത്തേഡിനെക്കാട്ടിലും നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇക്വേഷൻസിനൊക്കെ ഇതൊക്കെ നിങ്ങൾ ഒന്നുകൂടി ഡീപ്പായിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഓക്കെ അല്ലേ? ഇനി പ്രോബ്ലം പാർട്ട് നമ്മൾ അവിടെ മാറ്റി വെച്ചു. ഇനി നമുക്ക് അവസാനത്തെ പാർട്ടിലേക്ക് പോവാം. ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്താ ഒരു ടേം? എക്കണോമിയിൽ ഫിസ്ക്കൽ പോളിസി ആയിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഒരു ടേമാണ് ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അതായത് പോളിസീസ് ആൻഡ് ഫംഗ്ഷൻസ് ഒന്നും പ്രത്യേകിച്ച് ഫോം ചെയ്യാതെ ഓട്ടോമാറ്റിക് ആയിട്ട് ഗവൺമെന്റിന്റെ ഫംഗ്ഷൻസ് ഒക്കെ നടന്നു പോകുന്നുണ്ട്. അതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് ആർ ദ പാർട്സ് ഓഫ് എ ഗവൺമെന്റ് ബഡ്ജറ്റ്. ഇത് ഗവൺമെന്റ് ബഡ്ജറ്റിന്റെ ഒരു പാർട്ടാണ്. ദാറ്റ് ഓട്ടോമാറ്റിക്കലി അഡ്ജസ്റ്റ് ടു സ്റ്റെബിലൈസ് എക്കണോമി. അത് എക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നത് എന്താണ്? കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ ചേഞ്ചസ് ഇൻ ടാക്സ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് വരും. ദെൻ സ്റ്റെബിലൈസ് ദ എക്കണോമി വിത്തൗട്ട് ഡയറക്റ്റ് ഗവൺമെന്റ് ആക്ഷൻ. ഗവൺമെന്റ് അതിൽ പ്രത്യേകിച്ച് ഇടപെടലൊന്നും നടത്താതെ ഒരു എക്കണോമി ഓട്ടോമാറ്റിക് ആയിട്ട് കൃത്യമായിട്ടൊരു ഫ്ലോയിലൂടെ റൺ ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയുന്നത്. അൺഎംപ്ലോയ്മെന്റ് ബെനിഫിറ്റ്, കോർപ്പറേറ്റ് ടാക്സ്, ഓട്ടോമാറ്റിക് സ്പെൻഡിങ്, സോഷ്യൽ വെൽഫെയർ പ്രോഗ്രാംസ്, ഇതൊക്കെ എന്താണ്? അത് കൃത്യമായിട്ട് നടന്നു പോകുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഗവൺമെന്റ് അതിൽ ഊന്നി ഒരു പ്രവർത്തനം നടത്തണമെന്നില്ല. അത്തരത്തിലുള്ള പോളിസീനെയാണ് നമ്മൾ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസർ എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പോൾ ഗവൺമെന്റ് ഇടപെടാതെ തന്നെ ഗവൺമെന്റിന്റെ എക്കണോമിക്കിൽ ഉണ്ടാവുന്ന സ്മൂത്ത് ആയിട്ടുള്ള ഫംഗ്ഷനിങ് അവിടെയാണെങ്കിൽ ഓട്ടോമാറ്റിക് സ്റ്റെബിലൈസേഴ്സ് എന്ന് പറയും. ദെൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ ഡിസ്ക്രിയേഷണറി ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? ഗവൺമെന്റ് ഒരു എയിം വെക്കുന്നുണ്ട്, ലക്ഷ്യം വെച്ചുകൊണ്ട് തന്നെ പോളിസീസിലും പിന്നെ നമ്മുടെ പ്രോഗ്രാംസിലും അല്ലെങ്കിൽ ഫിസ്ക്കൽ പോളിസീസിലും ഒക്കെ ചേഞ്ചസ് വരുത്തുന്നുണ്ട്. എന്തിനാണ്? എക്കണോമിയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്, സമ്പദ് വ്യവസ്ഥയെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ലക്ഷ്യം വെച്ചുകൊണ്ട് ഫിസ്ക്കൽ പോളിസീസിൽ ചേഞ്ചസ് വരുത്തി ഗവൺമെന്റ് എക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യുക എന്ന ധർമ്മമാണ് എവിടെ ഉള്ളത്? അല്ലെങ്കിൽ എന്ന ഫംഗ്ഷനാണ് എവിടെ ഉള്ളത്? ഈ ഡിസ്ക്രിയേഷണറി ഫിസ്ക്കൽ പോളിസിയിൽ വരുന്നത്. ഡിസ്ക്രിയേഷണറി ഫിസ്ക്കൽ പോളിസി ഈസ് വെൻ ഗവൺമെന്റ് ഇന്റൻഷനലി ചേഞ്ചസ് ഇറ്റ്സ് സ്പെൻഡിങ് ടാക്സസ് ടു ഇൻഫ്ലുവൻസ് ദ എക്കണോമി. അപ്പോൾ ടാക്സസിലൊക്കെ മനഃപൂർവ്വം ചേഞ്ചസ് വരുത്തുന്നുണ്ട് എക്കണോമിയെ കൂടുതലായിട്ട് മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട്. അങ്ങനെയാണെങ്കിൽ അതിനെ ഡിസ്ക്രിയേഷണറി ഫിസ്ക്കൽ പോളിസി എന്നാണ് പറയുന്നത്. ക്ലിയർ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ. ഇനി നമുക്ക് അടുത്ത് വരുന്ന ഒരു ടേമാണ് ഡെപ്റ്റ്. ഡെപ്റ്റ് എന്താ? നമുക്ക് വരുന്ന ബാധ്യതയാണ്, നമുക്ക് വരുന്ന കടമാണ്. ഇതിനെ പരിഹരിക്കാനായിട്ടുള്ള ഒരു 3 മെത്തേഡ് ഇവിടെ പറയുന്നുണ്ട് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ. ആ ലെങ്തി ആയിട്ടുള്ള പാരഗ്രാഫ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 3 ചെറിയ പോയിന്റ് എന്ന് കിട്ടും. ഇതെന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ നിങ്ങൾ ശ്രമിച്ചാൽ മതി. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. അത്രയും വലിയൊരു പാരഗ്രാഫ് കണ്ടിട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. എന്താ അവിടെ പറഞ്ഞിട്ടുള്ള പൊരുൾ എന്താ ഉള്ളത്? അതിൻ്റെ മീനിങ് എന്താണെന്നുള്ളത്? ഒന്ന്, ഗവൺമെന്റ് ക്യാൻ റേസ് റിസോഴ്സസ് ത്രൂ ടാക്സേഷൻ. അതായത് ഗവൺമെന്റിന് ഫണ്ട് റേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ടാക്സ് റേറ്റ് കൂട്ടിയാൽ മതി. അപ്പോൾ ഗവൺമെന്റിന് കൂടുതലായിട്ട് വരുമാനമാണ്, ഡെപ്റ്റ് കുറയ്ക്കാൻ അത് കഴിയുന്നു. ദെൻ പ്രിന്റിങ് മണി, പണം അച്ചടിക്കുന്നത് കുറച്ചുകൂടി അളവിലേക്ക് മാറുകയാണ് അല്ലെങ്കിൽ കൂട്ടുകയാണെന്ന് വിചാരിച്ചോളാം. അത് നമ്മൾ ഡെപ്റ്റ് കുറയ്ക്കാൻ സഹായിക്കും. ദെൻ ബൈ ബോറോയിങ്സ്, കൂടുതലായിട്ട് നമ്മൾ ബോറോ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ്? ഡെപ്റ്റ് ഡിക്രീസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡെപ്റ്റ് ആണ്. there are 3 solutions ഫോർ ദിസ് ഇഷ്യൂ. ഓക്കെ അല്ലേ? അപ്പോൾ ആ സൊല്യൂഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതാണ് ഇവിടെ റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന് പറയുന്ന ടേം. അതൊരു എക്കണോമിസ്റ്റ് ആണ്, അദ്ദേഹത്തിൻ്റെ ഒരു ടേം ആണെന്ത്? റിക്കാർഡിയൻ ഇക്വലൻസ് എന്ന ടേം. അദ്ദേഹം എന്താ പറഞ്ഞിട്ടുള്ളത്? അല്ലെങ്കിൽ ആ തിയറി പ്രകാരം എന്താ പറഞ്ഞിട്ടുള്ളത്? ആസ് എ റിസൾട്ട് ഇൻഡിവിജ്വൽ മേ സേവ് മോർ. അതായത് ഇൻഡിവിജ്വൽസിനോട് കൂടുതൽ പണം സേവ് ചെയ്യുക എന്നൊരു കോൺസെപ്റ്റാണ് ഇവിടെ വരുന്നത്. അതായത് ഗവൺമെന്റിന്റെ ബോറോയിങ്സ് ഒക്കെ കൂട്ടുകയാണെന്ന് വിചാരിച്ചോളാം. അപ്പം എന്ത് ചെയ്യണം? ഇൻഡിവിജ്വൽസ്, അതായത് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഇൻകം സേവ് ചെയ്യാൻ ശ്രമിക്കണം, കൂടുതലായിട്ട് സേവിങ്സിലേക്ക് മാറ്റി വെക്കണം. അതായത് ഭാവിയിൽ നാളെ എന്ത് വരാം? ടാക്സ് റേറ്റ് ഒക്കെ ഉയർന്നു വരാം. അപ്പം എന്താണ്? നമ്മളത് ഇത് ചിലവാക്കാൻ അല്ലെങ്കിൽ നമ്മളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിയിട്ട് വേണം അത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം എന്താണ്? അപ്പോൾ അത് എന്താ പറയുക അതിനെ ഓഫ്സെറ്റ് ചെയ്യാൻ നമ്മുടെ കയ്യിൽ പണം ഉണ്ടായിരിക്കണം. നമ്മുടെ പണത്തിൽ നിന്ന് ഗവൺമെന്റ് ഓഫ്സെറ്റ് ചെയ്തെടുക്കുന്ന പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ മുന്നേ സേവ് ചെയ്ത് വെക്കണം. ഓക്കെ, അതാണ് പറയുന്നത്. ഇൻ സിമ്പിൾ ടേംസ്
ഇൻ സിമ്പിൾ ടേംസ് ദ ഗവൺമെന്റ് ബോറോ മണി ടുഡേ. ഗവൺമെന്റ് എന്താണ് പണം ഇന്ന് കടം എടുക്കുന്നുണ്ട്, കൂടുതലായിട്ട് ബോറോ ചെയ്യുന്നുണ്ടെങ്കിൽ പീപ്പിൾ സേവ് മോർ ബിക്കോസ് ദേ എക്സ്പെക്ട് ടു പേ ഹയർ ടാക്സസ് ടുമാറോ. അതായത് ഇങ്ങനെയൊക്കെ കടം എടുക്കുന്നുണ്ട്, അപ്പോൾ പീപ്പിൾ എന്ത് വിചാരിക്കണം, പണം ഇന്ന് സേവ് ചെയ്യണം, എന്നാലേ ഹയർ ടാക്സസ്, കൂടുതലായിട്ടുള്ള ടാക്സസ് ഭാവിയിൽ വരാം. അത് നമ്മുടെ കയ്യിൽ നിന്ന് ഓഫ്സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വേണം, എമൗണ്ട് വേണം, പണം വേണം. അതാണ് ഈ റിക്കാർഡിയൻ ഇക്വലൻസിൽ നമുക്ക് പഠിക്കാനുള്ള ടേം എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? ആസ് എ റിസൾട്ട് ഇൻഡിവിജ്വൽ മേ സേവ് മോർ ടുഡേ ഇൻസ്റ്റെഡ് ഓഫ് സ്പെൻഡിങ് ബിക്കോസ് ആൻറ്റിസിപ്പേറ്റ് ഹയർ ടാക്സ് റേറ്റ്. അതായത് ഹയർ ടാക്സ് റേറ്റ് നമ്മൾ ആൻറ്റിസിപ്പേറ്റ് ചെയ്യണം, മുൻകൂട്ടി നമ്മൾ പ്രതീക്ഷിച്ചിരിക്കണം, അതുകൊണ്ട് നമ്മൾ സേവിങ്സിലേക്ക് മാറുന്നു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ക്ലിയർ അല്ലേ? ദെൻ ഡെഫിസിറ്റ് റിഡക്ഷൻ, അടുത്തൊരു സ്മോൾ പോയിന്റ് ആണ്. ഇതോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ ഇവിടെ ക്ലോസ് ആവും. അപ്പോൾ ഡെഫിസിറ്റ് റിഡക്ഷൻ എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പം ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലടാ? ഓക്കെ അല്ലേ? ഇത്രയും പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഓക്കെ അല്ലേ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ കൺക്ലൂഷനിലേക്ക് പോവുകയാണ്. ഡെഫിസിറ്റ് റിഡക്ഷൻ എന്താ പറഞ്ഞിട്ടുള്ളത്? ഡെഫിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുമാനത്തിനേക്കാൾ കൂടുതൽ അവിടെ എന്ത് വന്നിട്ടുണ്ട്? ചെലവാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇതെങ്ങനെ റിഡക്ഷൻ ചെയ്യാം? ഡെഫിസിറ്റ് റിഡക്ഷൻ ഈസ് വെൻ ദ ഗവൺമെന്റ് വർക്ക് ടു സ്പെൻഡ് ലെസർ ഓൺ ഏൺ മോർ ടു ബാലൻസ് ഇറ്റ്സ് ബഡ്ജറ്റ് ബെറ്റർ. ഓക്കെ അല്ലേ? അപ്പോൾ ഡെഫിസിറ്റ് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫിനാൻഷ്യൽ പ്ലാനിങ് കുറച്ചുകൂടി സ്മൂത്ത്ലി ആയി പോകും. അപ്പോൾ എങ്ങനെ ചെയ്യാം? 3 മെത്തേഡാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ 3 രീതിയിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഡെഫിസിറ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒന്ന്, ഡിക്രീസിങ് ഗവൺമെന്റ് സ്പെൻഡിങ്. ഗവൺമെന്റ് സ്പെൻഡ് ചെയ്യുന്നത്, അതായത് നമുക്ക് എന്തൊക്കെയാണ്, അതായത് പ്രൊജക്റ്റ് ഉണ്ട് അല്ലേ, ധാരാളം പ്രൊജക്റ്റ് നമ്മളൊരു 5 ഇയർ പ്ലാൻ അല്ലെങ്കിൽ നമ്മളൊരു ബഡ്ജറ്റിൽ വെക്കുന്നുണ്ട്, ഇന്ന വർഷം ഇത്ര കാര്യങ്ങളൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അതെന്ത് ചെയ്യണം? ഡിക്രീസിങ് ഗവൺമെന്റ് സ്പെൻഡിങ്. ഗവൺമെന്റിലേക്ക് കൂടുതലായിട്ട് പണം ഇറക്കാനില്ലെങ്കിൽ സ്പെൻഡ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയ്ക്കണം. ലൈക്ക് സ്പെൻഡിങ് ലെസർ ഓൺ പ്രൊജക്ട് ഓർ സബ്സിഡീസ് ആയിക്കോട്ടെ, മറ്റ് പ്രൊജക്റ്റ് ആയിക്കോട്ടെ, ഇതിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൻ്റെ അളവ് കുറയ്ക്കുക. രണ്ടെന്താണ്? ഇൻക്രീസിങ് ടാക്സസ് ആണ്. നമ്മൾ ഓൾറെഡി ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡെപ്റ്റിൻ്റെ കാര്യത്തിൽ. അപ്പോൾ ടാക്സ് റേറ്റ് ഇൻക്രീസ് ചെയ്യാം. ടാക്സ് റേറ്റ് കൂട്ടുമ്പോൾ അത് ഗവൺമെന്റിനെ സംബന്ധിച്ച് എന്താണ്? കൂടുതലായിട്ട് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റും. ടു കളക്ട് മോർ മണി ഫ്രം പീപ്പിൾ ആൻഡ് ബിസിനസ് അല്ലേ, ആളുകളുടെ കയ്യിൽ നിന്നും ബിസിനസിൻ്റെ കയ്യിൽ നിന്നും കൂടുതലായിട്ട് പണം കളക്ട് ചെയ്യാൻ പറ്റും. അത് ഒരു ഭാഗത്തിൽ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് കൂടി ഉണ്ട്. പക്ഷെ ഗവൺമെന്റിന്റെ നിലനിൽപ്പിന് എന്ത്? വരുമാനം ആവശ്യമാണ്. ഓക്കെ അല്ലേ? അപ്പോൾ ഇമ്പോർട്ടഡ് ഗുഡ്സുമേ കൂടുതലായിട്ട് നികുതി ചുമത്തുക അല്ലേ, അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ള ടേംസ് ആണ്. ദെൻ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, അതായത് ഗവൺമെന്റിന്റെ ഷെയർസ് ഉണ്ട്, അതെന്ത് ചെയ്യുക? വിൽക്കുക. നമ്മൾ +1 പ്രൈവറ്റൈസേഷൻ പഠിച്ചിട്ടുണ്ട് അല്ലേ, LPG പഠിച്ചിട്ടുണ്ട്, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ. അതിൽ നമ്മൾ പ്രൈവറ്റൈസേഷനിൽ പഠിച്ചിട്ടുള്ള ഒരു ടേമാണ് ഡിസ്ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അതായത് ഗവൺമെന്റ് ഓണർഷിപ്പിലുള്ള ഷെയർസ് പ്രൈവറ്റ് പാർട്ടീസിന് വിൽക്കും. റെയിൽവേന്റെ ഷെയർ ഒക്കെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? വാങ്ങാൻ കിട്ടുന്നുണ്ട്. അതിന് എക്സാമ്പിൾ മാത്രമാണ്. അപ്പോൾ ഡിസ്ഇൻവെസ്റ്റ്മെന്റ്, ഇപ്പോൾ ഇതുവഴിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഡെഫിസിറ്റ് റിഡക്ഷൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ചാപ്റ്റർ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ഈ ചാപ്റ്റർ തീർത്തിട്ടുണ്ട്. ഇന്നത്തെ ഈ 3rd പാർട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് പറഞ്ഞിട്ടുണ്ട് ഓൾറെഡി, നമ്മൾ ലംസം ടാക്സ് മെത്തേഡിലും പ്രൊപ്പോർഷണൽ ടാക്സ് മെത്തേഡിലും നമ്മൾ പ്രോബ്ലം നോക്കിയിട്ടുണ്ട്. ആ ലംസം ടാക്സിൽ ചെയ്തിട്ടില്ല എന്നുള്ള ചെറിയൊരു മാറ്റം മാത്രമേ ഇവിടെ വരുന്നുള്ളൂ, നമ്മുടെ പ്രൊപ്പോർഷണൽ ടാക്സിൽ വരുന്നുള്ളൂ. ദാറ്റ് ഈസ് ടാക്സിൽ ഇവിടെ ചേഞ്ചസ് വരുന്നുണ്ട്, ലംസമിലാകുമ്പോൾ ടാക്സിനവിടെ ചേഞ്ചസ് വരുന്നില്ല. അപ്പോൾ അത് A ബാറിൻ്റെ കാറ്റഗറിയിൽ നമ്മൾ കൂട്ടും അല്ലെങ്കിൽ ആഡ് ചെയ്യും. ഇവിടെ നമ്മൾ A ബാറിൻ്റെ കാറ്റഗറിയിൽ ആരെ കാണുന്നില്ല? ടാക്സ് കാണുന്നില്ല, ബിക്കോസ് അവിടെ ഒരു ചേഞ്ചസ് വരുന്നുണ്ട്. ഇക്വേഷൻ നമ്മൾ ഫോം ചെയ്തു, ബാക്കി I ബാറും G ബാറും കോൺസ്റ്റന്റ് ആണ്. ദെൻ നമ്മൾ Y സ്റ്റാർ കണ്ടുപിടിച്ചിട്ടുണ്ട്, ഇക്വിലിബ്രിയം ലെവൽ ഓഫ് ഇൻകം കണ്ടുപിടിച്ചിട്ടുണ്ട്, ചെറിയൊരു ഇക്വേഷൻ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. ദെൻ നമ്മൾ അവിടെ ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ കൂടി ഡിസ്കസ് ചെയ്തു. ദെൻ ഈ തിയറി പോർഷൻസ് കൂടി ഇന്ന് കംപ്ലീറ്റ് ചെയ്തു. സോ നമ്മൾ ഈ ചാപ്റ്ററിന്റെ ഓവറോൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വരുന്ന റിവിഷൻസ് ആണ് ഈ ചാപ്റ്റർ. ദെൻ ഓപ്പൺ മാർക്കറ്റ് എക്കണോമി കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. റോഷന മാം നിങ്ങൾക്ക് ക്ലാസ് കംപ്ലീറ്റ് ചെയ്ത് തരും. ഓക്കെ അല്ലേ? ബാക്കി റിവിഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതലായിട്ടുള്ള അപ്ഡേഷൻസ് നമ്മുടെ കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ വരും. അതിനുവേണ്ടി നിങ്ങൾ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് എന്തായാലും മറക്കാതെ ജോയിൻ ചെയ്യുക. അതിൽ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്യുക, നമ്മുടെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ദെൻ നോട്ട്സ്, ഇപ്പോൾ കഴിഞ്ഞതിൻ്റെ നോട്ട്സ് അതിൽ വരുന്നതായിരിക്കും. ദെൻ എന്തെങ്കിലും സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വരുന്ന ലൈവിലൊക്കെ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ലൈവ് സെഷൻ ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചാപ്റ്ററായിട്ട് നമുക്ക് ഇനി വരാം. ഓക്കെ, താങ്ക് യു, ബൈ.